नींद आने के कई कारण है, आपको फिर चेक करना मेरा कौन सा कारण है. ഉറക്കം വരുന്നതിന് ചില കാരണങ്ങളുണ്ട്. നമ്മളിലെ കാരണങ്ങൾ എന്താണെന്ന് ചെക്ക് ചെയ്യണം. एक तो दवाई खाने वालों को नींद आती है. ഈ മരുന്നുകൾ കൂടുതൽ കഴിക്കുന്നവർക്ക് ഉറക്കം വരാറുണ്ട്. क्योंकि कई दवाई में के वो नशीली वो ये क्या बोलते हैं उसको, अल्कोहल मिलाई जाता है, इसीलिए नींद आती है. ചില മെഡിസിനുകൾ അങ്ങനെയാണ്, സ്റ്റിറോയിഡ് അല്ലെങ്കിൽ ആൽക്കഹോൾ അങ്ങനെയുള്ളത് മിക്സ് ആയിരിക്കും. അപ്പോൾ അത് കഴിക്കുമ്പോൾ ഉറക്കം വരും. दूसरी बात, नींद उसको आते हैं जो जिसने प्रॉपर नींद नहीं की, नींद कम की, उसको भी नींद आती है. അതുപോലെ ഉറക്കം വരുന്ന ആർക്കാന്ന് വെച്ചാൽ ക്ലാസ്സിലിരിക്കുമ്പോഴേ ആരാണോ രാത്രി മര്യാദയ്ക്ക് ഉറങ്ങാത്തത്, നേരത്തും കാലത്തും കിടന്ന് ഉറങ്ങിയിട്ടില്ല, അല്ലേ, ലേറ്റായിട്ട് ഉറങ്ങി, കുറച്ചേ ഉറങ്ങിയിട്ടുള്ളൂ, ഉറക്കം മതിയായിട്ടില്ല, അപ്പോഴും ഉറക്കം വരും. तीसरी बात है, नींद उसको आते हैं जिसके सिर पर बोझ ज़्यादा है. ഇനി ഉറക്കം വരുന്നത് ചിലർക്ക് ഒരുപാട് ചുമതലകളുടെ ഭാരമുണ്ടായിരിക്കും, അപ്പോൾ അവരുടെ മനസ്സിലും ഭാരമുണ്ട്. विकर्म का बोझ अगर है, जैसे किसी के सिर पर बोझ होगा तो उसका सिर नीचे होगा. പിന്നെ മറ്റൊന്ന് ഉറക്കം വരുന്നതിൻ്റെ മറ്റൊരു കാരണം വികർമ്മങ്ങളുടെ പാപഭാരം നമ്മളുടെ തലയ്ക്ക് മുകളിൽ ഒരുപാടുണ്ടെങ്കിൽ നമുക്ക് ഉറക്കം വരും. चौथा कारण है, नींद उसको आते हैं जो गलतियां करता है, श्रीमत प्रमाण नहीं चलता, उसको भी नींद आती है. ശ്രീമത് പ്രകാരം നടക്കാത്തവര്, ഒരുപാട് തെറ്റുകൾ ചെയ്യുന്നവര്, അവർക്ക് ഉറക്കം വരും. जैसे मम्मी क्या करते हैं, बच्चों को कहते हैं देखो बेटा कपड़े गंदे नहीं करना, पढ़ना, लड़ना नहीं, झगड़ना नहीं. बच्चा जाता है शाम को, लड़ता है, झगड़ता है, सारा दिन शाम को आता है, आते ही मम्मी के सामने आते ही चेहरा डाउन होगा उसका नीचे, ऐसा करके देखेगा. मम्मी समझ लेते इसलिए मैंने जो कहा वो किया ही नहीं. इसी तरह हम शाम को आकर के सारा दिन बाबा कहते बच्चे ये करो वो करो, लोग करते नहीं. शाम को जब आएंगे योग में बैठेंगे तो चेहरा नीचे होगा, तो बाबा समझ लेते इसने गलती करके आए. അല്ലേ, ഇപ്പം അമ്മ രാവിലെ സ്കൂളിലേക്ക് കുട്ടിയെ വിടുമ്പോൾ പറയും മണ്ണിൽ കിടന്ന് ഉരുണ്ട് കളിച്ച് അഴുക്കായിട്ടൊന്നും വരരുത് എന്ന് പറയും. കുട്ടിയാണെങ്കിൽ സ്കൂളിൽ പോയി ഇൻ്റർവെൽ ടൈമിലൊക്കെ അങ്ങ് ആർത്ത് കളിച്ച് മണ്ണിൽ കിടന്ന് ഉരുണ്ട് പരണ്ട് ആകെ അഴുക്ക് പിടിച്ച ഒരു കോലത്തിലായിരിക്കും വരുന്നത്. അമ്മയുടെ മുന്നിൽ എത്തുമ്പോൾ തന്നെ തല താന്നു പോകും, അല്ലേ? കാരണം ആ തെറ്റുകൾ ആ അമ്മ പറഞ്ഞത് അനുസരിക്കാതെ വിപരീതമായിട്ട് ചെയ്തിട്ടുള്ളതുകൊണ്ടാണ് അവിടെ തല താന്നു പോകുന്നത്. അപ്പോൾ അതേപോലെ നമ്മൾ പകലെല്ലാം എന്തെങ്കിലും അതുപോലുള്ള തെറ്റുകൾ നമ്മളിൽ നിന്ന് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ സന്ധ്യയ്ക്ക് യോഗം ചെയ്യാനിരിക്കുമ്പോൾ നമ്മുടെ തല, അല്ലേ, ഉറങ്ങി തൂങ്ങിക്കൊണ്ടിരിക്കും. എന്ന് വെച്ചാൽ നമുക്ക് കണക്ഷൻ കിട്ടില്ലേ ഭാവിയോട്. नींद उसको आती है जो सारा दिन निगेटिव सोचता है, व्यर्थ सोचता है, क्योंकि व्यर्थ सोचने से मन थक जाता है, थका हुआ मन सो जाता है. അതേപോലെ ഉറക്കം വരുന്നത് ഇനി ആർക്കാണ്? വായു ഏതൊരു വിഷയം എടുത്താലും അതിൻ്റെ ഗഹനതയിലേക്ക് പോകും കേട്ടോ. ഇനി ഉറക്കം വരുന്ന ആർക്കാണ്? അതായത് ആരാണോ ദിവസം മുഴുവൻ നെഗറ്റീവായിട്ട് ചിന്തിക്കുന്നത്, ഒരുപാട് വ്യർത്ഥമായി ചിന്തിക്കുന്നത്, സംസാരിക്കുന്നത്, അങ്ങനെ നെഗറ്റീവും വ്യർത്ഥതയും കൂടുതലുണ്ടെങ്കിലും അവർക്ക് ഇരിക്കുമ്പോൾ ഉറക്കം വരും. ഇങ്ങനെയുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോൾ ഉറക്കം വരും. और निगेटिव सोचने से व्यक्ति का देह भान जागृत होता है, जो देह भान वाला उसको भी नींद आती है. നെഗറ്റീവ് കേൾക്കുമ്പോൾ, നെഗറ്റീവ് ചിന്തിക്കുമ്പോഴൊക്കെ നമ്മുടെ ഉള്ളിൽ നമ്മുടെ ദേഹബോധമാണ് ഉണർന്നിരിക്കുന്നത്. അപ്പോൾ ആ ദേഹബോധവും നമ്മളെ, അല്ലേ, നല്ല ജ്ഞാനം, നല്ല ക്ലാസ്സുകൾ നമ്മൾ കേൾക്കുക, ബാബയെ ഓർമ്മിക്കുക, ആ സമയത്തൊക്കെ ഉറക്കം വരും. नींद उसको आते हैं जो इंद्रियों के अधीन है. ഉറക്കം വരുന്നത് അവർക്കാണ് ആരാണോ തൻ്റെ ഇന്ദ്രിയങ്ങൾക്ക് അടിമയായിരിക്കുന്നത്. जिसकी जो अंदर आत्मा जागृत है. जैसे घर में कोई बड़ा बॉस बैठा है, घर में बड़े हैं मम्मी पापा, बच्चे लड़ेंगे नहीं, बच्चे अपनी ड्यूटी ठीक ठाक करेंगे. इसीलिए आत्मिक स्थिति है तो सारी इंद्रियां अपनी ड्यूटी एक्यूरेट करेंगे. നമ്മൾ ആത്മീയ സ്ഥിതിയിലിരിക്കുകയാണെങ്കിൽ നമ്മുടെ ഇന്ദ്രിയങ്ങളെല്ലാം കറക്റ്റായിട്ട് കാര്യം ചെയ്യും. വീട്ടിൽ അമ്മയും അച്ഛനുണ്ടെങ്കിലുണ്ടല്ലോ കുട്ടികൾ നല്ല മര്യാദക്കാരായിരിക്കും, അല്ലേ? അല്ലാത്തപ്പോൾ അവർ അമ്മയും അച്ഛനും വീട്ടിലില്ലെങ്കിൽ അവരെല്ലാ വികൃതി ഒപ്പിക്കുക, എല്ലാം, അല്ലേ, അവർക്ക് ഒരു കൺട്രോൾ ഉണ്ടാവില്ല. അപ്പോൾ എന്ന് പറഞ്ഞതുപോലെയാണ് നമ്മളുടെ ആത്മിക സ്ഥിതി ഉണ്ടെങ്കിൽ നമ്മുടെ ഇന്ദ്രിയങ്ങളും ഓർഡറിലായിരിക്കും. जिसकी कमाई नहीं होती उसको भी नींद आती है. जैसे दुकान में कोई गिराई के नहीं आते तो क्या होते हैं, उसको नींद आएगी. इसी तरह सामने वाला ये जो बातें कितनी इम्पोर्टेंट है, कौन पढ़ा रहा है, इसे क्या प्राप्ति होने वाले, जिसका जागृत होकर के बैठेगा उसको नींद नहीं आएगी.
അല്ലേ? ഇപ്പോൾ ആരാണോ ഒരു ബിസിനസ് ചെയ്യാണ്, ഇപ്പോൾ കടയിൽ ആൾക്കാരൊന്നും വരുന്നില്ലെന്നിരിക്കട്ടെ, കടയിലിരിക്കുന്ന ആൾ എങ്ങനെ ഇരിക്കുക? ഉറക്കം തൂങ്ങിയിരിക്കും. കാരണം ബിസിനസ്സൊന്നും നടക്കുന്നില്ലല്ലോ, അല്ലേ? അതേപോലെ തന്നെയാണ് നമ്മളുടെയും അവസ്ഥ. रात को चाय वाला 2 बजे ट्रेन जा रही, चाय वाला चाय 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 करके झुटका लगाता है, उसको पता है कि ट्रेन जाएगी, मुझे 50 रुपये मिलेंगे. അല്ലേ? രാത്രി 10 മണിക്കോ അല്ലെങ്കിൽ 11 മണിക്കോ ഒക്കെ ട്രെയിൻ പോകുമ്പോൾ ചായ് എന്ന് പറഞ്ഞിട്ട് വരുന്നുണ്ടാവും ആള്, അല്ലേ? ആ ആള് ആ രാത്രിയിൽ 11 മണിക്കോ 12 മണിക്കോ ചായ വിൽക്കാൻ നടക്കുമ്പോൾ ആൾക്ക് ഉറക്കമൊന്നും വരുന്നില്ല. കാരണം എന്താണ്? ചായ വിൽക്കുമ്പോൾ പൈസ കിട്ടും, അല്ലേ? ആ സമ്പാദിക്കണം എന്നുള്ള ത്വരയിൽ അവർക്ക് ഉറക്കം വരുന്നില്ല. जैसे आपके घर में नरेंद्र मोदी आ जाए और आप उस समय नींद करते हो, उसको खाना खिलाएंगे, कुछ करेंगे, तो क्या खिलाऊं क्या नहीं, वो सामने वाले व्यक्ति की कदर. इसी तरह जिसको ज्ञान की कदर है उसको नींद नहीं आएगी. നിങ്ങളുടെ വീട്ടിലേക്ക് നരേന്ദ്രമോദി വരികയാണെങ്കിൽ നിങ്ങൾ ഉറക്കം തൂങ്ങിയിരിക്കുമോ? ഉടനെ എന്താണ് ഇരിക്കുന്നത്? നിങ്ങൾ അയ്യോ എന്തുണ്ടാക്കണം, എന്ത് കൊടുക്കണം, എന്ത് നൽകണം, അല്ലേ എന്നറിയാം. അപ്പം നമ്മൾ എങ്ങനെയായിരിക്കും നമ്മുടെ അവസ്ഥ? അതേപോലെയാണ് നമ്മൾ അവിടെ മുരളി കേൾക്കുമ്പോൾ അല്ലെങ്കിൽ ക്ലാസ് കേൾക്കുമ്പോൾ യോഗം ചെയ്യുമ്പോൾ നമുക്ക് ഉറക്കം വരാൻ പാടില്ല. നല്ല ഉണർവോടും ചുറുചുറുക്കോടും ഉത്സാഹത്തോടും കൂടി ഇരിക്കണം. ആത്മാവ് സമ്പാദിക്കണം. तो आपका कारण ढूंढो और उसका निवारण करो. आपका कौन सा कारण? आप दवाई खाती है इसीलिए नींद आती है, आपको इंद्रियों के वश है इसीलिए नींद आती है. अगर इंद्रिया अगर योग के समय सुनते समय नींद करती है तो कान आँखों को क्या करो? क्योंकि माया क्या करते देखते, अरे माउंट आबू से भाई आया, अब ये तो अगर पुरुषार्थ तीव्र करेंगे तो मेरा तो राज्य चला जाएगा, इसीलिए गुपचुप आती है और आलस की बूटी चुंगा करके चली जाती है. वो भले ही क्लास सुनते हैं, माया भी यहाँ है, അല്ലേ? അപ്പോൾ മായയ്ക്കറിയേ. അപ്പം മായ നോക്കുമ്പോൾ ദേ മധുബനിൽ നിന്ന് ബായി ഇരിക്കുന്നു, നല്ലൊരു പുരുഷാർത്ഥി ബായി നിങ്ങളെ പുരുഷാർത്ഥം ചെയ്യിപ്പിക്കാൻ വന്നിരിക്കുക. അങ്ങനെ ഇവരെ പുരുഷാർത്ഥിയാക്കിയേ പറ്റത്തില്ല എന്ന് വിചാരിച്ചിട്ട് അലസതയൊക്കെ കൊണ്ടുപോയി നിങ്ങളുടെ അടുക്ക കൊണ്ട് വെച്ചിട്ട്, അല്ലേ, പോകും മായ, അല്ലേ, മായ. പിന്നെ വേറൊരു കാര്യം എന്താ വെച്ചാൽ, ഇപ്പോൾ പല പ്രകാരത്തിൽ ഉറക്കം വരുന്നതിൻ്റെ കാരണം പറഞ്ഞില്ലേ? നമ്മൾ നോക്കണം, മരുന്ന് കഴിക്കുന്നതുകൊണ്ടാണോ അല്ലെങ്കിൽ ഇന്ദ്രിയങ്ങൾക്ക് നമ്മൾ അടിമയായതുകൊണ്ടാണോ, എന്തുകൊണ്ടാണ് നമുക്ക് ഉറക്കം വരുന്നത്? ठीक है. तो अभी बिल्कुल दूसरा पॉइंट बिल्कुल अटेंशन से सुनेंगे. അതുകൊണ്ട് ഇനി നല്ല ചുറുചുറുക്കോടെ ഉത്സാഹത്തോടെ ഉന്മേഷത്തോടു കൂടി ഇരുന്നിട്ട് വേണം മുരളി കേൾക്കാൻ. जैसे अभिमन्यु को मारा था, क्यों मारा? क्योंकि जब द्रौपदी जब चक्रव्यूह का ज्ञात सुना रहे थे उस समय वो सो गई थी और इसीलिए उसने अंदर सुन नहीं सका, उसमें मर गया वो, അല്ലേ? എങ്ങനെ ദ്രൗപദിയുടെ ചക്രവ്യൂഹത്തിനകത്ത് കയറാനും ഇറങ്ങാനുള്ള കാര്യങ്ങൾ അർജുനൻ കേൾപ്പിക്കുകയായിരുന്നു. പക്ഷേ എന്ത് സംഭവിച്ചു? പകുതി കേട്ടുള്ളൂ. പകുതി കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഉറങ്ങിപ്പോയി. ദ്രൗപദി ഉറങ്ങിപ്പോയി, കുഞ്ഞും ഉറങ്ങിപ്പോയി. ഉള്ളിലിരുന്ന കുഞ്ഞാണ് കേട്ടുകൊണ്ടിരുന്നത്. പകുതി കഴിഞ്ഞപ്പോൾ കുഞ്ഞ് ഉറങ്ങിപ്പോയി. അതുകൊണ്ടാണ് അഭിമന്യുവിനെ വധിക്കപ്പെടേണ്ടി വന്നത്. जिस समय बाबा मुरली सुनाता है या ज्ञान सुनाता है, उसी समय अगर हम सो जाते, जिस पॉइंट को नहीं सुनते, उसी में माया आपको चक्करों में बना करके फंसा लेती है. ये यहाँ की यादगार बातें बन जाते हैं शास्त्र में. അതുകൊണ്ട് നമ്മൾ ബാബയുടെ മുരളി കേൾക്കുന്ന സമയത്ത്, ജ്ഞാനം കേൾക്കുന്ന സമയത്ത് നമ്മളിങ്ങനെ ഉറങ്ങിപ്പോകുന്നതിനെ കുറിച്ചാണ്. ഉറങ്ങിപ്പോകുമ്പോൾ മായ വന്ന് നമ്മളെ കീഴടക്കുന്നു, മായ നമ്മളെ തോൽപ്പിക്കുന്നു. അതാണ് ചക്രവ്യൂഹത്തിൻ്റെ കഥയായി മാറിയത്. इसलिए दूसरी बात है, हमारे तीव्र पुरुषार्थ में जो विघ्न है वो है अमृत वाला ठीक न होने से. പിന്നെ നമ്മൾ ജ്ഞാനം കേൾക്കുമ്പോൾ നമ്മുടെ പുരുഷാർത്ഥത്തിൽ വിഘ്നമായിട്ട് മാറുന്നത് അമൃതവേള നല്ല പവർഫുള്ളായിട്ട് ചെയ്യാത്തത് കൊണ്ടാണ്. जैसे ट्रेन जब स्टेशन पर खड़ी है, उसके बाद उसको चलाने के लिए इंजन को थोड़ा मेहनत करनी पड़ती है. अगर एक बार इंजन स्पीड में पकड़ लिया फिर ट्रेन दौड़ती रहती है. എങ്ങനെ നമ്മൾ ട്രെയിൻ സ്റ്റേഷനിൽ കിടക്കുകയാണ്, പക്ഷെ നമ്മൾ ട്രെയിൻ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ടിങ് ട്രബിൾ വരും. ആദ്യം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഭയങ്കര സ്ലോ ആയിരിക്കും, അത്ര സ്പീഡിൽ പോകാൻ പറ്റില്ല. പിന്നെ ഇപ്പോൾ കുറച്ച് സ്പീഡ് കൂടി നല്ല സ്പീഡായി കഴിയുമ്പം ട്രെയിൻ കുതിച്ചു പോകും. इसी तरह अमृत वेला जिन्होंने अपने इंजन को थोड़ा मेहनत करके अच्छी तरह अटेंशन से योग किया, उसका ट्रेन सारा दिन दौड़ती रहेगी. वो है तीव्र पुरुषार्थ. അതുകൊണ്ട് ആരാണോ അമൃതവേള യോഗ, അല്ലേ,
എങ്ങനെ എൻജിൻ നമ്മൾ പറയില്ലേ, എൻജിനെ നമ്മൾ നല്ല പുരുഷാർത്ഥം ചെയ്ത് നല്ല സ്പീഡപ്പ് ആക്കുക എന്ന് പറഞ്ഞതുപോലെ അമൃതവേളയിൽ നല്ല ചുറുചുറുക്കോടെ ഉന്മേഷത്തോടെ ഉത്സാഹത്തോടെ ഇരുന്ന് നമ്മൾ അമൃതവേള നല്ല പവർഫുള്ളായിട്ട് ചെയ്യാൻ നമ്മൾ പുരുഷാർത്ഥം ചെയ്താൽ നമുക്ക് പിന്നെ ബാക്കിയുള്ള എല്ലാ അമൃതവേളകളും അത്രയും പവർഫുള്ളാക്കാൻ പറ്റും. അമൃതവേള കോൺ കോൺ करता है? हाथ खड़ा करो. അമൃതവേള ദിവസം ചെയ്യുന്നവരെല്ലാം കൈ ഉയർത്തു. അമൃതവേള ദിവസം ചെയ്യുന്ന കുട്ടികൾ. अच्छा हाँ, इतना सा आता है मतलब कुछ गड़बड़ वाला है. उठते तो हैं लेकिन बैठते कैसे आपको पता है फिर. അല്ല, എണീക്കുന്നുണ്ട് അമൃതവേളയിൽ, അതാണ് എല്ലാവരും കൈ ഉയർത്തിയ. എങ്ങനെയാണ് ഇരിക്കുന്നത്? अगर अमृतवेला का चुपचाप आपका कोई वीडियो बनाई जाए और वही वीडियो आपको सवेरे 10 बजे दिखाई जाए कि मेरा है, मैंने ऐसा किया था, दीवार के सहारे बैठे मुंह खुला के बंद आया, അതായത് 2 बार मच्छर अंदर भी गया और बाहर भी पता भी नहीं चला. അതായത് നിങ്ങൾ അമൃതവേള യോഗ ചെയ്യാണ് അല്ലേ? അപ്പം നിങ്ങൾ എങ്ങനെയാണ് ചെയ്യണമെന്ന് നിങ്ങൾക്കറിയണ്ടേ? എന്ത് ചെയ്യണം? അത് വീഡിയോ എടുക്കണം. വീഡിയോ എടുത്ത് കഴിയുമ്പോഴാണ് അറിയുക ഒരാൾ കണ്ണടച്ചും വാ തുറന്നിരിക്കുന്നത്. 2 പ്രാവശ്യം കൊതു അകത്ത് കയറി ഇറങ്ങിപ്പോയി, ഞാൻ അറിഞ്ഞിട്ടില്ല അല്ലേ? ഇത് ഞാൻ തന്നെയാണോ? 10 മണിക്ക് ഇടുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് എന്താണ്? ഇത് ഞാൻ തന്നെയാണോ? जैसे अगर कोई मेहमान को घर में बुलाओ, मेहमान बहुत बड़ा है, अपना 10 काम छोड़ के आया, आपका प्यार ज़्यादा है इसीलिए आया, लेकिन वो आने से पहले अंदर से दरवाजे खिड़की लगा दिया और सो गए. वो बेल बजा रहे, घंटी बजा रहे, दरवाजे नहीं खोलो, उसको कैसा लगेगा? अरे मैं 10 काम छोड़ के आया, इनका काम है, वो चला जाएगा अपने काम करने के लिए. फिर फ़ोन करो, क्या बात आप आई नहीं? कह के मैं आया था, बेल बजाई थी, नहीं नहीं प्लीज़ आओ. फिर आया, फिर दोबारा दरवाजे बंद किया, फिर चला गया, फिर फ़ोन करो, कहेगा कभी नहीं आऊँगा. मैं 2 बार आया, अब मेरे को मजाक समझा. അല്ലേ? ഇപ്പം നമ്മുടെ വീട്ടിലേക്ക് ഒരു വലിയ VIP ആയിട്ടുള്ള ആൾ വരികയാണ്. നമ്മുടെ ബന്ധു ആരെങ്കിലും ആയിരിക്കാം, വിരുന്നുകാരൻ, അതിഥി വരികയാണ്. അപ്പം അത്രയും വലിയ ഹൈ പൊസിഷനിലിരിക്കുന്ന ആളാണ് വരുന്നത്. ആൾക്കൊരു 100 കാര്യമുണ്ട്, അതെല്ലാം മാറ്റി വെച്ചിട്ട് നമ്മളുടെ വീട്ടിലേക്ക് വരികയാണ്. അപ്പോൾ നമ്മുടെ വീട്ടിൽ വന്നപ്പോഴുണ്ടല്ലോ നമ്മൾ നല്ല ഉറക്കം. കുറേ ബെല്ലടിച്ചു, ആരറിയാനാ? പോത്ത് പോലെ കിടന്നുറങ്ങാണ്. നമ്മൾ ഇത്രയും ബെല്ലടിച്ചിട്ട് അറിയുന്നില്ല. ആൾ തിരിച്ചു പോയി. അപ്പം നമ്മൾ നോക്കുമ്പോൾ അയ്യോ ആൾ വന്നില്ലല്ലോ ഇതുവരെയും എന്ന് നമ്മൾ വിചാരിക്കുക. നമ്മൾ ആളെ ഫോൺ ചെയ്യാണ്, ഇതുവരെയും വന്നില്ലല്ലോ, എവിടെയായിരുന്നു എന്ന് ചോദിച്ചിട്ട് നമ്മൾ ഫോൺ ചെയ്യാണ്. അപ്പോൾ ആൾ പറയും ഞാൻ വന്നിട്ടുണ്ടായിരുന്നു. അയ്യോ ഒന്നും കൂടി വരണം പ്ലീസ്, ക്ഷമിക്കണം, ഒന്നുകൂടി വരണം എന്ന് പറയുമ്പോൾ ആൾ വീണ്ടും വരും. അപ്പോൾ നമ്മൾ അതിനേക്കാളും പോത്ത് പോലെ ഉറങ്ങിപ്പോയി അല്ലേ? അപ്പോൾ ആൾ വീണ്ടും വരുമോ? ആൾ വന്നിട്ട് തിരിച്ചു പോയി. പിന്നെ ആളെ വിളിച്ച ആൾ വരുമോ? ആൾ പറയും ഞാൻ 2 പ്രാവശ്യം വന്നു, എന്നിട്ടും ഇത്ര ബെല്ലടിച്ചിട്ട് നിങ്ങൾ തുറന്നില്ല, പിന്നെ ഞാനിനി വരില്ല അവിടേക്ക് എന്ന് പറയും. इसी तरह अमृतवेला उठेंगे, बाबा को निमंत्रण देंगे, मीठे बाबा, प्यारे बाबा आ जाओ, हम आपसे बातें करनी അല്ലെ? അമൃതവേളയിൽ ഉണർന്നിട്ട് എന്താണ്? ബാബ അല്ലേ, ഞാൻ അങ്ങയോട് എൻ്റെ മധുരമായ ബാബ, എൻ്റെ പ്രിയപ്പെട്ട ബാബ, എനിക്ക് ഏറ്റവും സ്നേഹമുള്ള ബാബ അല്ലേ, ഞാൻ അങ്ങയുടെ അടുക്കിലേക്ക് വരികയാണ്, ഞാൻ അങ്ങയുടെ കാണുകയാണ്, അങ്ങയോട് സംസാരിക്കുകയാണ്. അത് പറഞ്ഞ് എല്ലാം സങ്കല്പിച്ച താകട്. तेरे द्वार खड़ा भगवान, भगत भरले जोली, भगत ओम शांति हो गया അല്ലേ? ദ്വാരക്കടേ ഭഗവാൻ വെർലേ ജോലി എന്നാണ്. അതായത് നമ്മുടെ മനസ്സിൻ്റെ വാതിലിൽ വന്ന് ഭഗവാൻ നിൽക്കുകയാണ്. നമ്മുടെ ആത്മാവാകുന്ന, നമ്മുടെ ബുദ്ധിയാകുന്ന മനസ്സാ സഞ്ചിയിൽ നിറയ്ക്കണം. അതിനെന്തുവാ? ഇവിടെ നമ്മൾ ഉറക്കമാണ്. जब दरवाजे खिड़की बंद है तो वो शक्ति कहाँ से देगा? फिर वो चला जाएगा. बाबा तो कितना बिजी है अमृतवेला, फिर भी आपके प्यार के खातिर आया, वो चला गया. फिर अचानक नींद खुली, फिर कहेंगे मीठे बाबा, प्यारे बाबा. फिर वापस बाबा देखता अच्छा, फिर दोबारा बुला रहा है, फिर आता है, फिर तब तक फिर दरवाजा बंद किया. इसीलिए आंखें खोल करके बैठो. അതുകൊണ്ട് നമ്മളിങ്ങനെ ബാബയെ ഓർമ്മിക്കുമ്പോൾ ബാബ നമ്മുടെ അടുക്കിലേക്ക് വരുമ്പോൾ നമ്മൾ ഉറങ്ങി, നല്ല ഉറക്കമാണ്. പിന്നെ അങ്ങനെ നമ്മൾ ഉറങ്ങി പോവുകയാണ്. പിന്നെ വീണ്ടും ബാബ പോവും അല്ലേ? അത് കഴിഞ്ഞ് നമ്മൾ വീണ്ടും എണീറ്റ് കഴിഞ്ഞിട്ട് ഇത്തിരി കഴിയുമ്പോൾ നമ്മൾ വീണ്ടും കണ്ണുറക്കുമ്പോഴേ നമ്മൾ വീണ്ടും മേരാ ബാബ, മീട്ടാ ബാബ, പ്യാരാ ബാബ എന്ന് പറയും അല്ലേ? അത് കഴിഞ്ഞ് നമ്മൾ വീണ്ടും ബാബ അപ്പോഴേക്കും വരുമ്പോൾ നമ്മളിതാ വീണ്ടും ഉറങ്ങിപ്പോയി. केवल खोल के भी नहीं बैठो. कोई मेहमान घर में आया और उसके चेहरे की तरफ देखते रहो, कुछ बात ही नहीं करो. वो कहे कि फिर फ़ोन क्यों किया था? वो चेहरे की तरफ देख रहे.
इसी तरह कई भाई बहन अमृत तो उठेंगे, आंखें बंद नहीं है लेकिन फोटो की तरफ देखते रहेंगे, फिर घड़ी में देखेंगे आप कब तक देखना है, फिर बाबा के तरफ फोटो की तरफ देखते रहेंगे। इसलिए बाबा से बातें करो, नींद तब आते है जब बातें नहीं करते, इसलिए बाबा से बातें करो, बाबा मुझे क्या से क्या दिया बनाया आपने, कितना मुझे उपकार किया, कितनी प्राप्तियां कराई, इसलिए बातें करो, बार बार घड़ी की तरफ नहीं देखो। और क्या पता आपको थोड़ी ये है कि अगर नींद आते तो जाकर सो जाओ, इसलिए 15 मिनट 20 मिनट ये बुद्धि रूपी आंख खोल करके, मन रूपी आंख खोल करके फिर योग करो तो बड़ा मजा आएगा। അതുകൊണ്ട് അമൃതവേളയിൽ ഒരു 15 മിനിറ്റ് 20 മിനിറ്റെങ്കിലും കണ്ണ് തുറന്ന് മനസ്സ് തുറന്ന് ഇരുന്നൊന്ന് ബാബയെ ഓർമ്മിക്കണം. അതായത് ചില കുട്ടികളുണ്ട് അമൃതവേളയ്ക്ക് ഉണർന്നിരുന്നിട്ട് സമയമായ എപ്പോഴും സമയമായോ എന്ന് നോക്കിക്കൊണ്ടിരിക്കും അല്ലേ. അപ്പോൾ ഉറക്കം വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ആയാലോ. അപ്പോൾ എന്തുകൊണ്ട് ഉറക്കം വരുന്നത്? കാരണം ബാബയുടെ അടുത്ത് നമ്മൾ ആത്മീയ സംഭാഷണം ചെയ്യുന്നില്ല അല്ലേ. ബാബ നമ്മൾ ആരിൽ നിന്ന് ആരാക്കി മാറ്റി അല്ലേ. ബാബ നമുക്ക് എത്ര ഉയർന്ന ഭാഗ്യം തന്നു. ഇതൊക്കെ നമ്മൾ ബാബയുടെ അടുത്ത് സംസാരിക്കണം. അങ്ങനെ നമ്മൾ ബാബയുടെ അടുത്ത് സംസാരിച്ച് വളരെ ഉന്മേഷോത്സാഹത്തിലിരുന്ന് ബാബയെ ഓർമ്മിക്കണം. അല്ലാതെ നമ്മൾ ഉറക്കം തൂങ്ങിയിരുന്ന് ബാബയെ ഓർമ്മിക്കരുത്. कई क्या करेंगे, योग में बैठेंगे, शुरू करके मैं आत्माओं शांत स्वरूप शक्ति अब जा रही चांद सूरज तारांगन के पार, वहाँ से झुटका लगा देंगे. अब तारांगन के पार से कोई झुटका लगा नीचे हड्डी गुड्डी टूट जाएगी, इतना ऊंचाई से नीचे आएंगे അല്ലേ. എങ്ങനെയാണ് ചില കുട്ടികളുണ്ട്, ഞാൻ ആത്മാവാണ്, ശാന്തസ്വരൂപ ആത്മാവാണ്, ജ്ഞാനസ്വരൂപ ആത്മാവാണ്, ഞാനിതാ എൻ്റെ ബാബയുടെ അടുക്കിലേക്ക് പോവുകയാണ്, ഞാൻ സൂര്യചന്ദ്ര നക്ഷത്രങ്ങൾക്കുപരിയായിട്ട് ആകാശത്തിന് മുകളിലേക്ക് ഞാനിത്, അപ്പോഴേക്കും ദാ ഉറങ്ങിപ്പോയി. एक कुमारी ने मुझे क्वेश्चन पूछा, ഇത്രയും മോളിൽ നിന്ന് താഴേക്ക് വീണാൽ എന്താവും, തവിട് പൊടിയോ? एक कुमारी ने मुझे क्वेश्चन पूछा, कहते भाई साहब मैं अमृतवेला उठती है ना लेकिन ऊपर परमधाम में नहीं जाती हूँ. हमने कहा क्यों? कहते उसी समय हमारे घर के ऊपर बहुत अंधेरा रहता है. घर के ऊपर अंधेरा रहता है. अंधेरा रहता है അല്ലേ. അപ്പോൾ ഒരു കുട്ടി ബാബയോട് പറയുക, ബാബ ഞാൻ എല്ലാ ദിവസവും അമൃതവേള എണീക്കുന്നുണ്ട്, പക്ഷേ എനിക്ക് പരന്താമത്തിൽ പോകാൻ പറ്റാറില്ല, കാരണം എൻ്റെ വീടിൻ്റെ മേളിലേ ഭയങ്കര ഇരുട്ടാന്ന്. तो एक कुमार कहता है भाई साहब मैं अमृतवेला उठता ही नहीं, मेरी नींद नहीं खुलती. हमने कहा क्यों? अलार्म लगाए करो. कहता अलार्म तो लगाता हूँ लेकिन सुनाई नहीं पड़ता. हमने कहा क्यों? कहता मैं सोने के लिए परमधाम में जाता हूँ और अलार्म तो धरती पर बजता है इसीलिए सुनाई नहीं पड़ता. അല്ലേ, ചില കുട്ടികൾ പറയുകയാണേ, ഞാനേ അമൃതവേളയ്ക്ക് അലാറം വെക്കാറുണ്ട്, പക്ഷെ അലാറം കേൾക്കാറില്ല. എന്താ കാരണം എന്നറിയോ? ഞാൻ ഉറങ്ങുമ്പോൾ പരന്താമത്തിൽ പോയിട്ട് ബാബയുടെ അടുത്ത് കിടന്ന് ഉറങ്ങുന്നത്, ഭൂമിയിൽ കിടന്നല്ലേ ഈ അലാറം അടിക്കുന്നത്, അതുകൊണ്ട് ഞാൻ കേൾക്കാറില്ലെന്ന്. देखो कैसे कैसे क्वेश्चन करते हैं. हाँ, बाबा कहते हैं रोज मैं तुम्हारे घर में आता हूँ. बाबा आपके घर में आता है, आपको दिखाई पड़ता है कभी? ദിവസവും ബാബ നമ്മളുടെ വീട്ടിലേക്ക് വരുന്നുണ്ട് അല്ലേ. നിങ്ങൾ കാണാറുണ്ടോ? अमृतवेला रोज बाबा अमृतवेला चक्कर लगाता है हर एक के घर में. जहाँ बाबा के बच्चे हैं, एक बाबा तो निराकार है, फरिश्ता है, एक सेकंड में आकर के निकल जाता है, लेकिन दिखाई पड़ता है आप लोगों को? അപ്പോൾ അമൃതവേളയിൽ ബാബ നമ്മൾ ഓരോ കുട്ടികളുടെയും വീട്ടിൽ വരാറുണ്ട് അല്ലേ. ബാബ ഫരിഷ്ത രൂപത്തിൽ വന്നു പോകാറുണ്ട്. ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? बाबा को देखने के लिए होश में बैठने की जरूरत है. बेहोश वालों को कैसा दिखाई पड़ेगा? എന്ത് ചെയ്യാൻ? ഉണർന്നിരിക്കുന്നവർക്കല്ലേ ബാബ വന്നാൽ കാണുള്ളൂ, ഉറങ്ങിക്കൊണ്ടിരിക്കുന്നവർക്ക് ബാബ വന്നാൽ കാണാൻ പറ്റുമോ? अगर कोई शराब पी करके गटर में गिराए और कोई आकर के कहे 10 रुपये ले लो घर में जाकर सो जाओ, कहते हैं मैं राजा हूँ मुझे कुछ नहीं चाहिए. अब गटर में गिराए क्या समझता है अपने को? क्योंकि नशे है. इसी तरह बाबा भी अमृतवेला वरदानों का झोला लेके आता है, पूछता है बच्चे कुछ चाहिए, लेकिन हम झूम रहे कुछ नहीं चाहिए मैं राजा हूँ. कई तो दिन में झूमते अमृतवेला पता नहीं क्या करते അല്ലേ. ഒരാള് കള്ളു കുടിച്ച്, മൂക്കറ്റം കള്ളു കുടിച്ച് തലകുത്തി നടന്ന് 4 കാലിൽ നടന്ന് എന്താണ് മറ്റേ ഗട്ടറിൽ വീണ് കിടക്കുക അല്ലേ. അപ്പോൾ വേറെ ആൾക്കാർ വന്നിട്ട് പറയും, അയ്യോ എനിക്ക് വീട്ടിൽ പോയി കിടന്നുറങ്ങ്, ഇവിടെ കിടന്ന് നടു റോഡിൽ കിടന്നുറങ്ങാതെ എന്ന് പറഞ്ഞ ആൾ പറയും, എനിക്കൊന്നും വേണ്ട നിങ്ങളുടെ സഹായം, ഞാൻ രാജാവാണ് എന്ന ആൾ പറയും, ഞാൻ രാജാവാണ്, എനിക്ക് നിങ്ങളുടെ സഹായമൊന്നും വേണ്ടെന്ന് പറയും അല്ലേ. അതേപോലെ കുട്ടികൾ അമൃതവേളയിൽ ഇരുന്ന് ഉറക്കം തൂങ്ങുകയാണ്. അപ്പോൾ ബാബ വരുമ്പോൾ എന്ത് പറയും? എനിക്കൊന്നും വേണ്ട. बाबा कहते बच्चे भक्तों की आवाज़ तुम्हें इसको सुनाई पड़नी चाहिए. भगत आपको पुकार रहे, चिल्ला रहे, क्योंकि हर ब्राह्मणों के भगत भी हैं, तो कभी सुनाई पड़ता है भक्तों की आवाज़?
അല്ലേ? നോക്ക്, ഭക്തരുടെ വിളി കേൾക്കണമെന്ന് ബാബ പറയും. ഭക്തർ നിങ്ങൾ ഇഷ്ടദേവതകളെ വിളിച്ചുകൊണ്ടേയിരിക്കുകയാണ് അല്ലേ, ശാന്തിക്ക് സമാധാനത്തിന് വേണ്ടി. ഭക്തരുടെ വിളി നിങ്ങൾ കേൾക്കുന്നുണ്ടോ? ब्रह्मा बाबा जब रात को सोते थे, कोई बांदीली को तकलीफ होती थी, पुकारती थी, बाबा नींद से उठ करके क्या करते थे, सकाश देते थे, फिर बाद में सो जाते थे. അല്ലേ? ബാബ എങ്ങനെയാണെന്ന് വെച്ചാൽ ബാബ വെളുപ്പിനെയൊക്കെ ഉണരായിരുന്നു. കാരണം ബാബയുടെ ബന്ധനസ്ഥരായിട്ടുള്ള കുട്ടികൾ ബാബയെ ഓർമ്മിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ ബാബ അവർ ചിലപ്പോൾ രാത്രിയിലൊക്കെ അങ്ങനെ ബാബയെ വിളിക്കുകയായിരിക്കും, ഓർമ്മിക്കുകയായിരിക്കും. അപ്പോൾ അത് കാരണം എന്താണ്, ബാബ വിളി കേൾക്കുന്നു. അതുകൊണ്ട് ബാബ ഉണർന്ന് ആ കുട്ടികൾക്ക് ബാബയുടെ ലൈറ്റും മൈറ്റും ഒക്കെ നിറച്ചു കൊടുത്തിട്ട് ബാബ പിന്നെ കിടന്നുറങ്ങും. എന്നുവെച്ചാൽ 1 മണിക്കോ और माँ खर्राटे मार करके सो रहे, उसको माँ कैसे कहेंगे उसको? അല്ലേ? ഇപ്പോൾ അമ്മയും കുഞ്ഞ് കിടന്ന് നില വിളിച്ച് കരയുക, അമ്മ കൂർക്കം വലിച്ചുറങ്ങുക, എന്ത് പറയാം അമ്മയെക്കുറിച്ച്? इसी तरह आज हमें भगत पुकारे और लेकिन हम क्या करें, नींद करें, झूठ करें, कैसे गए? इसलिए जागृत होकर के बैठना. അതുകൊണ്ട് അനേക ഭക്തർ നിങ്ങൾ ചൈതന്യ ഇഷ്ടദേവതകളെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പം നിങ്ങൾ നല്ല ഉറക്കം തൂങ്ങിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. കുറുക്കം വലിച്ച് ഉറങ്ങുകയാണെങ്കിൽ എന്ത് ചെയ്യും ഭക്തർ, പാവങ്ങൾ? इसलिए अमृत वेला अगर अच्छी करेंगे, आप तीव्र पुरुषार्थ सारा दिन कुछ कर, क्योंकि अमृत वेला अच्छी करने से आत्मिक स्थिति रहती है, और जिसकी आत्मिक स्थिति है कर्मयोगी है, किसी के दोष दिखाई नहीं पड़ेंगे, वो है तीव्र पुरुषार्थ, निरंतर पुरुषार्थ. അല്ലേ? അതുകൊണ്ട് നമ്മൾ അമൃതവേള നല്ല പവർഫുള്ളായിട്ട് ചെയ്യണം. അമൃതവേളയിൽ നമ്മൾ അത്ര ഏകാഗ്രമായിട്ട് യോഗം ചെയ്തെങ്കിലാണ് അല്ലേ നമുക്ക് ആ നിരന്തരമായിട്ടുള്ള പുരുഷാർത്ഥം നമ്മുടെ നടക്കുള്ളൂ. അതുകൊണ്ട് അമൃതവേള പുരുഷാർത്ഥം വളരെ പവർഫുള്ളായിരിക്കണം. अमृत वेला तब नींद खुलेगी, अच्छी होगी, जो रात को सोने के पहले फाउंडेशन बना करके सोता है. അല്ലേ? അമൃതവേള പവർഫുൾ ആകണമെങ്കിൽ രാത്രി ഉറങ്ങുന്ന സമയത്ത് അല്ലേ അതിനുള്ള ഫൗണ്ടേഷൻ തയ്യാറാക്കിയിട്ട് വേണം ഉറങ്ങാൻ. नहीं तो हम क्या कैसे सोते हैं, रात को सोने के पहले बिस्तरा डाल देंगे, बाबा कहेंगे बाबा गुड नाइट, आज तो दिन में सोए ही नहीं थे, हाँ घर में मेहमान आए थे, हाँ अभी दिन भर में मैंने इतना काम किया, अभी मुझे इतनी नींद आ रही, बाबा ज़रूर आप अमृत वाला जगाना, हाँ फिर कल सवेरे उठना है, बर्तन मांजना है, ये करना है, ऐसे विचारों में सो गए, अमृत वाला भी डिले. അതായത് അമൃതവേളയിൽ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഈ കുട്ടികൾ രാത്രി ഉറങ്ങുന്ന സമയത്ത് അയ്യോ ബാബ ഗുഡ് നൈറ്റ്, ഇന്ന് ഞാൻ ഭയങ്കര തിരക്കായിരുന്നു, വീട്ടിൽ ഗസ്റ്റൊക്കെ ഉണ്ടായിരുന്നു, അപ്പോൾ അതിലൊക്കെ ബിസിയായി, എനിക്കിന്ന് റെസ്റ്റ് കിട്ടിയില്ല, എനിക്ക് നല്ല ഉറക്കം വന്നിട്ട് വയ്യ ബാബ, അതുകൊണ്ട് ഞാൻ ഉറങ്ങാൻ പോവാണ്, നാളെ എനിക്ക് ആ പണിയുണ്ട് ഈ പണിയുണ്ട്, പാത്രം കഴുകണം, അത് ചെയ്യണം ഇത് ചെയ്യണം, കുറേ ജോലിയുണ്ട് ബാബ എന്നൊക്കെ പറഞ്ഞിട്ടാണ് കിടക്കുന്നത് അല്ലേ. അപ്പോൾ എന്താണ്, അമൃതവേളയും ചിലപ്പോൾ അറിയില്ല, അല്ലെങ്കിൽ അമൃതവേള ഉണരില്ല, ചിലപ്പോൾ ഉണരും, ഉറക്കം തൂങ്ങും.